ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച പാൽക്കാലം പ്രിയ ദൈവജനത്തിന് മധ്യേ ആയിരിക്കുവാൻ ദൈവം നന്ന ഭാഗ്യത്തോടെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും ചോദിച്ചുകൊള്ളുന്നു. എങ്ങനെയെന്ന് പറയണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അത് അറിയത്തില്ല, എങ്ങനെ നിങ്ങളടുത്ത് പറയാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതൊരു ഓർഡർ ആക്കണമെന്ന് എനിക്കറിയത്തില്ല. കുറേ ദിവസങ്ങൾ ഞാനിങ്ങനെ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ആഗ്രഹിച്ച് വായിച്ചുകൊണ്ടിരുന്നു. വളരെ അവസാന ഘട്ടത്തിലാണ് എനിക്കൊരു ചിന്ത തന്നെ. ആ ചിന്ത നിങ്ങളോട് പറഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഞാൻ പ്രാർത്ഥന ചോദിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ വൃക്ഷം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു മനുഷ്യനെ വൃക്ഷത്തോട് ഉപമിച്ച സംഗതികളൊക്കെ ദൈവം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും പരിചയമുള്ള, ഓർമ്മയുള്ള ഒരു വൃക്ഷത്തെ നമുക്ക് കാണാൻ കഴിയില്ലേ? എവിടെയും അത് ഓർമ്മയുണ്ടോ? അത് കൂടാതെ മനുഷ്യനെ വൃക്ഷത്തോട് ഉപമിച്ചത് സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലേ, അവൻ ആറ്റരിയത്ത് നട്ടിരിക്കുന്ന വൃക്ഷവും. അത് നീതിമാനെ കുറിച്ച് പറയുന്ന, നീതിമാൻ എങ്ങനെയാണെന്ന് പറയണേ, ആറ്റരിയത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയും തക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആറ്റരികത്ത് ഉള്ള ഒരു വൃക്ഷത്തെ കാണാൻ കഴിയും. ഇതിന് തത്തുല്യമായിട്ട് നമുക്കൊരു വൃക്ഷത്തെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യമാണ്. അതാണ് നമ്മളിന്ന് ചിന്തയ്ക്ക് ആധാരമായ വാക്യം. ഉൽപ്പത്തി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാ ദൈവമേ, സുസ്മിതാവേ, ഈ നല്ല സമയത്ത് തുടങ്ങിയ ശ്രദ്ധിക്കുന്നപ്പാ, ഞങ്ങളുടെ വചനമാ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങേണ്ടതാണപ്പാ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായത് അങ്ങ് പറഞ്ഞു നൽകണമേ. ഇത്രയും സമയം അങ്ങ് സംസാരിച്ചല്ലോ, തുടർന്നും ഈ ശബ്ദം കേൾക്കുവാൻ സഹായിക്കണം. ദൈവാനുശീക സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്. ഉൽപ്പത്തി 49-ാമത്തെ അധ്യായം 22-ാം വാക്യം. യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലുമേൽ. ഈ വാക്ക് നമുക്ക് ഈ ഒരു വാക്യം നമുക്ക് പരിചിതമായൊരു വാക്യം തന്നെയല്ലേ നമ്മൾ വായിച്ചുള്ള വാക്യം. നമ്മൾ വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇത്തിരി കൂടി ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിൻ്റെ സന്ദർഭം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് യാക്കോബിൻ്റെ അന്ത്യമൊഴിയാണ്. തൻ്റെ മരണത്തോട്, തനിക്ക് മരണം അടുത്തു, തൻ്റെ മരണമായി എന്നത് യാക്കോബിന് മനസ്സിലായി. ആ മനസ്സിലായ സമയത്ത് തൻ്റെ 12 പുത്രന്മാരെയും അരികെ വിളിച്ച് അവരെ ഒരു പ്രവചനീയമായ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ അവരുടെ 12 ഗോത്രങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹമൊക്കെ നമുക്ക് പറയാൻ കഴിയും. അത് നൽകുന്നൊരു ഭാഗമാണ്. ഈ മരണത്തിൻ്റെ സമയം അടുത്തു എന്ന് അറിഞ്ഞ ഒത്തിരി പേരുണ്ട്, ഒത്തിരി ദൈവഭക്തന്മാരുണ്ട്. മാത്രമല്ല പുറത്ത്, നമ്മുടെ ബൈബിളിന് പുറത്ത് ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ മരണം അടുത്തു എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? തൻ്റെ മരണം അടുത്തു എന്ന് പറയുക മാത്രമല്ല, ആ മരണത്തെ ജയിച്ചപ്പോൾ പുറത്തു വരുന്നു പറഞ്ഞതല്ല. അങ്ങനെ ആരും എന്ത് ചെയ്തിട്ടില്ല. ഇതതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊലോസ്യലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദിജാതനായി എഴുന്നേറ്റവനാണ് ആര്? യേശുക്രിസ്തു. കാരണം ഒത്തിരി പേര് തൻ്റെ മരണത്തിൻ്റെ ആ സമയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലായവരും അതിനുവേണ്ടി കാര്യങ്ങൾ പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ അവർ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞത് ആരുള്ളൂ? അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ യാക്കോബിനെ നമ്മൾ നോക്കുവാണെങ്കിൽ യാക്കോബിൻ്റെ മരണ ദിവസം അടുത്തു വന്നത് യാക്കോബിന് മനസ്സിലായി. യാക്കോബിന് മനസ്സിലായപ്പോൾ തൻ്റെ 12 പുത്രന്മാരെ, 13 മക്കളാ, ഒരു മകളാ, ഇതിൽ 12 പുത്രന്മാരെ തന്നെ അതേ വിളിച്ച് അവരെന്ത് ചെയ്യുന്നേ? അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ പറഞ്ഞാൽ നീ അനുഗ്രഹിക്കട്ടെ അങ്ങനെ പറയല്ല. ഒരു ഭാവിയിൽ അവരെന്തായി തീരുമെന്നുള്ള ഒരു പ്രവചനത്തോടുകൂടി ഒരു അനുഗ്രഹമാണ് അവർക്ക് നൽകുന്നത്. അതാണ് ഈ വാക്യത്തിൻ്റെ സന്ദർഭം. ഇതൊരു കവിത പോലെയാണ്. പഴയ നിയമ എബ്രായ കവിതകളിൽ വളരെ പഴയ കവിതയായി ഇത് അറിയപ്പെടുന്നു. മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ 49-ാം അധ്യായത്തിന് 1 മുതൽ അവസാനം വരെ നോക്കുമ്പോൾ ഓരോ മക്കളെ വിളിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാണ്. ആദ്യത്തെ മകൻ ആദ്യം വരും, 2-ാമത്തെ മകൻ അങ്ങനെ പറഞ്ഞ് യോസഫ് എത്രാമത്തെ മകനായിരുന്നു? 11-ാമത്തെ മകൻ്റെ കാര്യം പറഞ്ഞ് 11 അങ്ങനെ അവസാനിക്കുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ രൂപകമാണ് എന്ന് പറഞ്ഞാൽ മെറ്റഫോർ. അത് ആ പറഞ്ഞതിനെല്ലാം ഇപ്പോൾ മരത്തോട് യോസഫിനെ ഉപയോഗിക്കുമ്പോൾ യോസഫ് മരാന്ന അർത്ഥത്തിലല്ല, അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നതെന്ന് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് യാക്കോബാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം ചെയ്യുന്നത്. യാക്കോബിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നാലേ ഇതിൻ്റെ ഇത്തിരി കൂടി നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. യാക്കോബ് ആരായിരുന്നു?
ഇസാക്കിൻ്റെ 2 മക്കളിൽ ഒരാളായിരുന്നു യാക്കോബ് അല്ലേ, ഏശാവ് യാക്കോബ് അല്ലേ. മാത്രമല്ല യാക്കോബിൻ്റെ പേരിന് അർത്ഥം ഉണ്ടായിരുന്നല്ലോ അല്ലേ, എന്തായിരുന്നു? ഉബായി ഉബായി ഉണ്ടായിരുന്നു, കൗശലക്കാരൻ, അങ്ങനെയൊക്കെ അതിന് അർത്ഥമാക്കും അല്ലേ. നമുക്കാണ് ഇത് അർത്ഥം എന്ന് പറയുന്ന സംഭവം. നമ്മൾ ജേക്കബ് എന്ന് ഒരാൾ പേര് വിട്ടാലും നമുക്കൊരു ഒന്നും തോന്നത്തില്ല, കാരണം നമുക്കിത് പേരാണ്, നമുക്ക് ഇതിന് അർത്ഥമുണ്ട്. പക്ഷെ ഇത് അവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ നോക്കി വിളിക്കാം, ഉബായി എന്ന് വിളിച്ചാൽ എത്ര ദിവസം വിളിക്കും? 1 പ്രാവശ്യം വിളിക്കുള്ളൂ അല്ലേ. അപ്പം അവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇവനെ ഉബായി, കൗശലക്കാരൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞാൽ 2 ഇരട്ട മക്കളായിരുന്നു. ആദ്യം പ്രസവിച്ച ആളെ ചേട്ടൻ അല്ലേ. അപ്പോൾ യാക്കോബ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കുതിക്കാലിൽ ആര് പിടിച്ചിട്ടുണ്ടായിരുന്നു? കുതിക്കാൽ എന്ന് പറഞ്ഞാൽ മറ്റേ ശരിയാ യേശാവ്. യേശാവ് ആദ്യം പുറത്തു വന്നു അല്ലേ. യേശാവ് എന്ന വാക്ക് നമ്മൾ കഴിച്ചു കണ്ടു, ഏതോം അല്ലെ ചോന്നോന്ന് അർത്ഥത്തിലാണ്. അപ്പോൾ ചോന്നോൻ ആദ്യം പുറത്തു വന്നപ്പോൾ യാക്കോബ് എന്തെന്ന് പറഞ്ഞാൽ അവൻ്റെ കുതിക്കാലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. കുതിക്കാൽ എന്ന് പറയുമ്പോൾ അവൻ്റെ കാലിൻ്റെ ഉപ്പിറ്റില്ലേ, ഈ ഉപ്പിറ്റിനെ പിടിച്ചുകൊണ്ടാണ് ആശാൻ പുറത്തു വരുന്നത്. ഇത് കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞു ഇവനാരാ? ഉബായി. അവൻ ഉബായി എന്നാ വിളിക്കണേ. അവൻ ജനിച്ച മുതൽ ഇവനെ ആര് കണ്ടാലും എന്താ വിളിക്കണേ? ഉബായി, കൗശലക്കാരൻ. നീ ചേട്ടൻ്റെ കുതികാല് പിടിച്ചു വന്നവൻ. ആലോചിച്ച് നോക്കി, അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അവൻ ചെയ്തിട്ടില്ല. അവൻ സാധാരണ കുട്ടികൾ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ചിലപ്പോൾ കൈ പിടിക്കുക, അങ്ങനെയൊക്കെ സ്വാഭാവികം സംഭവിക്കുന്നതല്ലേ. പക്ഷേ ഈ കണ്ടു നിന്ന ആൾക്കാർ ഇവനാ പേരിട്ടു, ഇവനെന്ത് ചെയ്തു? ഉബായി എന്നവന് പേരിട്ടു. പലപ്പോഴും പേരിട്ടതിന് ശേഷമാണ് ആൾക്കാർ ജീവിതം മാറ്റാറ് അല്ലേ. ആളൊരു പ്രത്യേക പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നാളെ മുതൽ ഇന്നാളെന്ന് പറയുമ്പോൾ ഉള്ളിൽ ചിന്ത വരും, ശരി ഞാൻ നാളെ നമ്മുടെ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഖജാൻജിയാണ്, പ്രസിഡന്റാണ്, ഞാൻ എങ്ങനെ നടന്നാൽ പോരാ. വീട്ടിലുള്ള ആൾക്കാർ പറയും ചായ നടക്കരുത്, ചാരാന്നറിയൂ, സെക്രട്ടറിയാണ്, പൊക്കോണം, മീറ്റിങ്ങിന് പൊക്കോണം എന്നൊക്കെ പറഞ്ഞ പോലെ പലപ്പോഴും പേരും പൊസിഷനും ചെന്നിട്ടാണ് ഒരു സംഭവമൊക്കെ മാറ്റാറ്. പക്ഷെ യാക്കോബിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ തൻ്റെ ജീവിതം മാറിയപ്പോൾ എന്ത് ചെയ്തു? ആ പേര് മാറുന്നതിന് മുന്നേ എന്ത് ചെയ്തു? അവൻ്റെ ജീവിതം മാറ്റിയവനെ യാക്കോബ്. ഒത്തിരി പ്രത്യേകത യാക്കോബിനെ കുറിച്ച് പറയാൻ കഴിയും കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻ്റെ പേരെന്താക്കി മാറ്റി? ഇസ്രായേലിൽ നിന്ന് മാറ്റി ഇസ്രായേലായിട്ട് അവന് പേര് കൊടുക്കുവാനുണ്ടായി തീർന്നു. ഇസ്രായേൽ എന്ന വാക്ക് 2 ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. സറായേൽ പ്രൊണൗൺസിയേഷൻ ചൂട് നന്നായിട്ട് അവർക്ക് പറയാൻ കഴിയും. SARA എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു, EL എന്ന്. ഈ 2 ഭാഗത്തുനിന്നാണ് സറായേൽ, അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ പോരാടി ജയിച്ചവന്ന. അപ്പോൾ കൗശലക്കാരൻ എന്ന പേര് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നടന്നവനെ ദൈവം അവൻ്റെ പേര് കൊടുത്തെന്താ? നീ പോരാടി ജയിച്ചവനാണ്. ഇതുപോലെ ജനങ്ങൾ പലപ്പോഴും നമ്മെക്കുറിച്ച് പേരിടാറുണ്ട്. നമ്മളെ നോക്കി വിളിച്ചില്ല എന്ന് വരും, പക്ഷേ പരാജയപ്പെട്ടവനെന്നോ ഉള്ളില്ലാത്തവനെന്നോ പ്രയോജനമില്ലാത്തവനെന്നൊക്കെ പേരായിരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ആ പേര് മാറ്റാൻ അധികം നേരം വേണ്ടെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം യാക്കോബിന് എന്ത് ചെയ്തു? ഇസ്രായേൽ എന്ന പേര് സ്ഥാപിക്കുവാനായി തീർന്നു. ഇനി യാക്കോബിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയൂലേ. ഈ ഇസ്രായേൽ എന്ന വാക്കിന് വേറെ അർത്ഥം കൂടി കേട്ടോ. ഈ ഇസ്രായേൽ എന്ന വാക്കിന് അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ പ്രഭു എന്ന അർത്ഥമുണ്ട് കേട്ടോ, ദൈവത്തിൻ്റെ പ്രഭു. അപ്പോൾ ഉബായി എന്ന് വിളിച്ചവനെ, കൗശലക്കാരൻ എന്ന് വിളിച്ചവനെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പ്രഭുവാക്കി മാറ്റിയാണ് അവിടെ കാണുന്നത്. യാക്കോബ് വലിയ ഹീറോ ഒന്നും ആയിരുന്നില്ല അല്ലേ. തൻ്റെ ജനിച്ച സമയത്ത് ഞാൻ പറയപ്പെട്ട ഹീറോ എന്നല്ല, ശരിക്കും ഞാൻ പറയണേ സീറോ ആയിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? ദൈവം ഹീറോ ആക്കി മാറ്റി. തെറ്റുകൾ പറ്റാത്തൊരു മനുഷ്യനൊന്നല്ല, തെറ്റൊക്കെ അനവധി പറ്റിയിട്ടുണ്ട്. പക്ഷെ തെറ്റ് തിരുത്തുന്നവനായിരുന്നു യാക്കോബ്. ഈ യാക്കോബിന്റെ വീട്ടിലെ കുറിച്ച്, വീട്ടിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ എന്താ കാണാൻ കഴിയുന്നറിയോ? 25-ന്റെ 23, 27 വാക്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവൻ്റെ ചേട്ടനായ ഏശാവ് എങ്ങനെയായിരുന്നു? അവൻ വേട്ടയിൽ സമർത്ഥനായിരുന്നു, വനസഞ്ചാരിയായിരുന്നു. അപ്പം നമുക്കറിയാലേ, ഇപ്പം തന്നെ നമുക്ക് കാട്ടിൽ പോയി ഓരോന്നിനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ചേട്ടൻ എന്ത് ചെയ്തു? അവൻ സമർത്ഥനാണ്, വനസഞ്ചാരിയായിരുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ ഇവനെക്കുറിച്ച് പറയുന്നത് 27 വാക്യത്തിൽ പറയുന്നത് എന്താ? 25-27 അവൻ സാധുശീലനും കൂടാരവാസിയായിരുന്നു. ആരെ? യാക്കോബിനെ കുറിച്ച് പറയുന്ന. ഇവനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ദൈവം ആർക്ക് ഒരു പ്രവചനം കൊടുത്തു? എന്താ? ഇവൻ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് ദൈവം ആരോട് പറഞ്ഞില്ലേ? ഇവൻ്റെ അമ്മയോടും ഉപ്പനോടൊക്കെ പറഞ്ഞല്ലേ?
ശരിയല്ലേ? ഒരു പ്രസംഗം തന്നെ പറഞ്ഞല്ലേ. പക്ഷെ അപ്പന് ഇഷ്ടം ആരോടായിരുന്നു? യേശാവിനോട് ഇഷ്ടം. കാരണം എന്തായിരുന്നു അറിയോ? അവൻ നല്ല രുചികരമായ വേട്ടിറച്ചി വാങ്ങിയതുകൊണ്ട്. യാക്കോബിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുല്ലേ? യാക്കോബ് എന്ത് ചെയ്തു? ചുവപ്പ് കളറുള്ള പയർ വെച്ചിട്ട് പൈസ ഇതാക്കി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായെന്നറിയോ? പണ്ട് കാലത്ത് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ നല്ല കുക്കിംഗ് അറിയുന്ന ആൾക്കാരായിരുന്നു. അമ്മേനെ നോക്കി അമ്മ അതിന് സൂപ്പറാ. കാരണം എന്ന് പറഞ്ഞാൽ യാക്കോബിനോട് പറയാം, നീ പേടിക്കണ്ട, നീ ഒരു ആടിന് പിടിച്ചുകൊള്ളുക, ഞാൻ വേട്ടിറച്ചി ചേട്ടൻ കൊണ്ടുവരുന്നതിനേക്കാളും സൂപ്പറായിട്ട്. അപ്പോൾ ഭയങ്കര സെറ്റപ്പ് കുക്കുമാരായിരുന്നു. എനിക്കത് നമ്മുടെ നാട്ടിലെ ഈ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ രീതിയാണ്. സൗകര്യമാർ കുക്കിങ്, സൗകര്യമാർ പുറത്ത് നിന്ന് അവർ രീതി അങ്ങനെ നിങ്ങൾ പുറത്ത് പോയി പണിയെടുക്കണമായിരുന്നു, അങ്ങനെ വന്നാന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് നല്ല കുക്കിംഗ് ആയിരുന്നു, അറിയുന്ന ആൾക്കാരായിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ യാക്കോബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ താൻ സ്നേഹിച്ച ആരായിരുന്നു വിവാഹം കഴിക്കാൻ? റാഹേലിനെ ആയിരുന്നു. പക്ഷേ ലാബാൻ എന്ത് ചെയ്തു? തന്നെ പറ്റിച്ചപ്പോൾ യാക്കോബ് തിരിച്ച് പറ്റിക്കൽ ചെയ്തേ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി വീണ്ടും 14 വർഷം അനവധി തവണ യാക്കോബിൻ്റെ പ്രതിഫലം മാറ്റിവെച്ചു. അവിടെയെല്ലാം താൻ എന്ത് ചെയ്തു? വീണ്ടും ബുദ്ധിപരമായി പറ്റിക്കാതെ മുന്നോട്ട് കടന്നുപോയി. മാത്രമല്ല, കുടുംബത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ തനിക്ക് കുടുംബത്തെക്കുറിച്ച് പ്ലാനുണ്ട്. ആ കുടുംബത്തെ അക്കരെ കിടക്കുന്നതന്നെ ഓരോ പാട്ട് ആ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് യാക്കോബ്. തൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ ഏകദേശം 147 വയസ്സായിരുന്നു പറയപ്പെടുന്നത്. ഉൽപ്പത്തി 48 10 വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സമയമായപ്പോൾ തൻ്റെ അപ്പൻ്റെ പോലെ, അതായത് ഇസ്ഹാക്കിൻ്റെ പോലെ തൻ്റെ കണ്ണിനും എന്ത് ചെയ്തു? ഇരുട്ട് ബാധിച്ചു, അല്ലെങ്കിൽ തൻ്റെ കാഴ്ചയും കുറഞ്ഞു. 147 വയസ്സായി, കാഴ്ച കുറഞ്ഞു. കാഴ്ച പോകുന്ന വയസ്സെത്തിയവനായ യാക്കോബിനെ എന്ത് മാറിയില്ല? അകത്തെ കാഴ്ചപ്പാട് മാറിയില്ല. ഓരോ മക്കൾ അടുത്ത് വരുമ്പോൾ ആരെങ്കിലും ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വയസ്സായ സമയത്ത് പിറുപിറുപ്പും കുറ്റങ്ങളും പരാതികളും പറയുന്നവരെ അല്ലേ കൂടുതൽ നമ്മൾ കാണാൻ കഴിയുന്നേ. 147 വയസ്സിലും ആ ആത്മാവിൻ്റെ നിറവില് പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുക മക്കളെ കുറിച്ച്. 12 പേരെയും അടുത്ത് വിളിച്ച് അവർ ഭാവിയിൽ എന്തായി തീരും അവരെ കണ്ടിട്ടൊന്നല്ല. ഇത് യോസെഫാണല്ലോ മോനെ, നീ കുറെ നാളെ എന്നെ കണ്ടിട്ട് അങ്ങനല്ല, കാഴ്ചയൊക്കെ മങ്ങി. അവനെ ആരെങ്കിലും ചെയ്ത് തൊട്ട് നോക്കിയിട്ടാണ് ആര് മനസ്സിലാക്കിയോ? യാക്കോബിന്റെ ഉള്ളിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കിയോ? യാക്കോബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി, അവൻ ദൈവത്തിന് വേണ്ടി വില കൊടുത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കി. എങ്ങനെയാന്ന് പറഞ്ഞാൽ, യാക്കോബ് ഈ പായസം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അല്ലേ, ചോപ്പ് പയറുകറി ഉണ്ടാക്കി കൊടുത്തപ്പോൾ താൻ ചോദിച്ചൊരു കാര്യമുണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞേ? എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പകരമായിട്ട് ജ്യേഷ്ഠദോഷം വേണമെന്ന് പറഞ്ഞു. നമുക്ക് തോന്നി ഇതിന് 5 ഏക്കർ സ്ഥലം കൊടുക്കുന്ന പോലെയാണ് അല്ലേ? ദൈവത്തിന് അനുഗ്രഹമാണ് അവൻ ചോദിച്ചേ. അവൻ്റെ ഉള്ളിൽ എവിടെയോ ചിലപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തായിരിക്കും, മോനെ ആത്മീയമായ ചില കാര്യങ്ങളുണ്ട്, അതാണ് നിന്റെ ജീവിതത്തിൽ വലുതെന്ന്. അവൻ അവിടുന്ന് പോകുമ്പോൾ ഏക്കർ സ്ഥലം അവൻ്റെ പേരിൽ എഴുതിച്ചൊന്നും പോകുന്നില്ല. അവൻ ഇറങ്ങി പോവാ. അവൻ രണ്ടാമത് അപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ പാചകമൊക്കെ ചെയ്ത് മോനെ സെറ്റപ്പ് സാധനം വേട്ടറച്ചേക്കാൾ വലിയ സാധനം ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞേ, ഇതെങ്ങാനും അപ്പം പിടിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് പറയാൻ എന്ത് കിട്ടും? ശാപം കിട്ടും, എൻ്റെ ജീവിതം അതോടുകൂടി തീരും. മനസ്സിലായോ? അവൻ്റെ ഉള്ളിൽ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ അനുഗ്രഹം തനിക്ക് ലഭിക്കണമെന്ന കാഴ്ചപ്പാട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്ത് പോലും താൻ ആഗ്രഹിച്ചെന്താ? എനിക്കെന്താ? അത് കിട്ടണം. ഇനി അത് കിട്ടുക അവൻ പുറത്ത് ഓടിപ്പോവാ. അവൻ്റെ ജീവിതത്തെ കൂടെ നമ്മൾ നോക്കണം. ആ അനുഗ്രഹത്തിൻ്റെ ആ ഫലം അവന് കാണാൻ കഴിയും. തൻ്റെ അവസാന സമയത്ത് യാക്കോബിനെ ഈ 147 വയസ്സിലും പ്രവചനത്തോടുകൂടി ഒരു പ്രവാചകൻ എന്ന നിലയിൽ മക്കളെ ഓരോരുത്തരെ വിളിച്ചു നിർത്തി പെറുവിറുപ്പും കുറ്റങ്ങളും പരാതികളും പറയാതെ അവനെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളും അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നൽകി അനുഗ്രഹിച്ച് വിടണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? അന്ന് കിട്ടിയ ഒരു തീയുണ്ട്, ആ ആത്മീയത്തിന് കൊടുത്ത വിലയുണ്ട്. ഫൈസലോ, യേശാവിനെ കുറിച്ച് അവൻ്റെ അവസാനത്തിനെ കുറിച്ച് നമുക്കൊരു പിടിപാടുമില്ല. പലപ്പോഴും നമ്മുടെ ഓട്ടങ്ങൾ നഷ്ടമല്ല, നമ്മൾ കൊടുക്കുന്ന വില കൊടുക്കുന്ന നഷ്ടമല്ല. നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് നഷ്ടമായി പോകത്തില്ല, ഇതിനൊരു പ്രതിഫലമുണ്ട്. ഫൈസലോ, അത് യാക്കോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വാക്യത്തിൽ കിടക്കാം. യോസേഫ് 49-22 വാക്യം വെച്ച് നോക്കിയ യോസെഫിനെ അപ്പൻ
യോസെഫിന്റെ സമയത്ത് ഇപ്പൊ അവനെ ആലിംഗനം ചെയ്തു. അപ്പനെ മനസ്സിലായി ആരാ യോസെഫ്. 12 മക്കളെ നന്നായി തിരിച്ചറിഞ്ഞു കേട്ടോ. യോസെഫിന് പറയാ, നീ എന്താ, നീ ഫലപ്രദമായ, ഞാൻ ആലോചിച്ചിട്ട് നമ്മയൊക്കെ നോക്കി ഇങ്ങനെ പറയുന്നു, ഈ വൃക്ഷന്നൊക്കെ പറയില്ലേ, ഒത്തിരി വൃക്ഷങ്ങളുണ്ടല്ലേ. നോക്കിയപ്പോ വൃക്ഷങ്ങളുടെ തരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പ്രധാനം നോക്കിയത് ഫലം ഉള്ളതുണ്ട്, ഫലം ഇല്ലാത്തതുണ്ട്. പറയാ ഫലം ഉള്ളതുണ്ട്, ഫലം ഇല്ലാത്തതുണ്ട്. ചിലത് ഇല മാത്രമുള്ളതുണ്ട്, ചിലത് തടിക്ക് വേണ്ടിയുള്ള വൃക്ഷമുണ്ട്, ചിലത് മുള്ളു മാത്രമുള്ള വൃക്ഷമുണ്ട്, ചിലത് പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലത് തോന്നുമ്പോൾ മാത്രമേ ഈ കായ ഉണ്ടാവുള്ളൂ, ഫലം ഉണ്ടാവുള്ളൂ, ചിലത് തൊട്ടാൽ നമുക്ക് എന്ത് ചെയ്യും, അലർജി പിടിച്ചിട്ട് മേത്ത് മൊത്തം പൊന്തി ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചിലത് സൗഖ്യമുള്ള മര. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു തോട്ടത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ മരങ്ങളുണ്ട്. ഇതിൽ നിന്ന് യാക്കോബ് യോസെഫിനെ വിളിച്ച് പറയാ, നീ ആരാ, ഫലപ്രദമായ വൃക്ഷം. അവിടെ കൊടുക്കുന്നൊരു അംഗീകാരം നോക്കിയേ, അതിന് വലുത് വല്ലതും കിട്ടാണ്ടോ? നമ്മെ നോക്കി പറയാൻ കഴിയോ നമ്മൾ ഫലപ്രദമായ വൃക്ഷമാണ്? നമ്മൾ ഫലമൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് അല്ലേ, ഏതൊരു സമയത്ത്, അല്ലെങ്കിൽ ആണ്ടവസാന സമയത്തോ അല്ലെങ്കിൽ ജനുവരി സമയത്തൊക്കെ ഫലം പ്രാപിക്കും അല്ലേ. പക്ഷെ നോക്കിയേ, യോസെഫിനെ കുറിച്ച് പറയാം, നീ ഫലപ്രദമായ വൃക്ഷമാണ്. ഇനി മാത്രമല്ല, ഇത് പറയാൻ കാരണം ഒരു കാര്യം എടുത്തു ചേർത്ത് പറഞ്ഞിരിക്കുക. എന്താ കാരണം എന്നറിയോ? വൃക്ഷം നീരുറുവനരികെ ഫലപ്രദമായ വൃക്ഷം. തനിക്ക് അങ്ങനെ ഫലപ്രദമാവാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. താൻ എവിടെയായിരുന്നു സ്ഥാപിച്ചേ, എവിടെ നട്ടുണ്ടായിരുന്നേ? നീരുറവനരികെയാ. പ്രശ്നോ ഈ ജലത്തെ പലപ്പോഴും പരിശുദ്ധാത്മാവിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ലേ? ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നട്ടപ്പെട്ട ഒരു വൃക്ഷമാണെങ്കിൽ എന്ത് സംഭവിക്കും? ആത്മാവിന്റെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ഇവിടെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. അവന് ഫലപ്രദമാവാൻ കാരണം അവന്റെ ഉള്ളിലുള്ള തീയ. അവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കണം, വില കൊടുക്കണം. അവനെ വിളിക്കുന്നത് എന്താ? വൈന. അവനെ പറ്റിച്ച ആളെന്നാ, ചേട്ടന്റെ കുതിക്കാല് പിടിച്ചവൻ തന്നെ വിളിക്കുന്നേ. പക്ഷെ അതൊന്നും അവനെ ബാധിച്ചില്ലെന്നേ. വിഷമം ഉണ്ടായില്ല എന്നൊന്നും പറയുന്നില്ല, വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അവൻ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ തന്നെ ബാധിച്ചില്ല. തൻ്റെ ഉള്ളിലൊരു ദൗത്യമുണ്ട്. ആ അറിഞ്ഞ സത്യത്തിന് വേണ്ടി താൻ നിന്നു. പ്രൈസലോ. അതുകൊണ്ടാ പറഞ്ഞേ, അവൻ എവിടെയാ സ്ഥാപിച്ചത്? നീരുറവിനെ സ്ഥാപിച്ചതാ. നീരുറവിന്റെ അരികിൽ നട്ട വൃക്ഷത്തെക്കുറിച്ച് സങ്കീർത്തനം 1 പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ വായിച്ചേ, അവൻ ആറ്റരീതി നട്ടിരിക്കുന്നതും തക്കക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതും വൃക്ഷം പോലെ ഇരിക്കും. ഓക്കെ, ഇല വാടാത്തത്, ഉഷ്ണം തട്ടുമ്പോൾ വാടാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇത് അവൻ നീരുറവ് നട്ടതാ. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം നട്ടിരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ, ഉഷ്ണങ്ങൾ കടന്നു വരുമ്പോൾ വേര് കടിക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ വാടിപ്പോകാൻ ഇടയാത്തിരത്തില്ല, തളർന്നു പോകാൻ ഇടയാത്തിരത്തില്ല. മനസ്സിലോ? അപ്പൊ യോസെഫിനെ, ഇതിന് മറ്റാരെയും കുറിച്ച് ഇത് പറഞ്ഞില്ല. ബാക്കി 11 മക്കളെയും കുറിച്ച് പറഞ്ഞില്ല. ഈ ഒരുവിനെ കുറിച്ച് പറയാ, നീ ആരാ? നീ ഫലപ്രദമായ വൃക്ഷമാണ്. അത് ഉറപ്പോടെ യാക്കോബിന് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി എന്നെ പറയുക, ഇനി അടുത്തൊരു പ്രത്യേകത എന്തായിരുന്നു? ഈ വൃക്ഷത്തിന്റെ കൊമ്പും അതിലുമേ പടരുമോ? പടരുന്നേ. ആമേൻ അല്ലേ? മതില് പലപ്പോഴും എന്താ നമ്മൾ കാണിക്കുന്നത്? ചില തടസ്സങ്ങളാ, നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന പ്രതിസന്ധികളാ. നമ്മൾ ഈ മതിലിനെ നോക്കി നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ പടരൂ, നമ്മൾ തളരൂ. നമ്മൾ പലപ്പോഴും തളരുക ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും ക്ഷീണിക്കുക ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും പരാതി പറയുക ചെയ്യുന്നത്. നമ്മൾ ഈ മതിലിന്റെ വലുപ്പൊക്കെ, ഈ ശ്രേമക്കൾ കടന്നു വരുമ്പോൾ അവരുടെ വാഗ്ദത്ത നാടിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ആ മതില് എന്തായിരുന്നു? മതില് യെരിഹോ മതിൽ അവർക്ക് വലുതായിരുന്നു, അവർക്ക് ചിന്തിക്കുന്നതിന് ഉപരിയായിരുന്നു. ഇതുപോലെ ചില മതിലുകൾ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ നമ്മുടെ അതുവരെയുള്ള പദ്ധതികളെല്ലാം തീർന്നു, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, നമുക്ക് നിരാശയായി, നമുക്കിനി അപ്പുറത്ത് കടക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. ആമേൻ. പക്ഷെ ഇവിടെ യോസെഫിനെ കുറിച്ച് യാക്കോബ് പറയാ, അവൻ മതിൽമേൽ അവന്റെ വൃക്ഷം എങ്ങനെയാണെന്നറിയോ? അവൻ എന്ത് ചെയ്തു? അവന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കൊമ്പുകള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളത്തിനരികെ നട്ടിട്ട് വൃക്ഷത്തിന്റെ പ്രത്യേകത എന്നറിയോ? തന്റെ മുന്നിൽ കാണുന്ന ഈ മതിലുമേ നോക്കി ഭയപ്പെടുന്നവനല്ല, ആ തന്റെ മുന്നിൽ നിൽക്കുന്ന മതിലുമേൽ പടരുന്നതാണ്. പ്രൈസലോ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഭയപ്പെട്ടുവെങ്കിൽ നമ്മൾ ഇതിന് പടരുവാൻ തയ്യാറാകണം. ഈ മതിലുമൊന്ന് കയറണം. പ്രൈസലോ. ഹല്ലേലൂയ. അത് ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ്.
മതിലിനെ കുറിച്ച് പലതും നമ്മൾ മതിൽ പൊളിച്ചു കളയാൻ പലതൊക്കെ ചിന്തിക്കും. പക്ഷെ അതിനപ്പുറത്ത് ആരും ചിന്തിച്ചേ? യോസേഫിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ മതിൽ പൊളിച്ചു കളയാനേ പോയി, അതിന്റെ മുകളിൽ കൂടെ പറന്നു. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്നറിയോ? മതിലിന് കണ്ട് പുറകേട്ട് പോകാനല്ല, അതിന്റെ നമ്മുടെ ശാഖകൾ എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ കൂടെ. അവൻ ആ മതിലിന്റെ മുകളിൽ കൂടെ, മതിൽ കാണത്തില്ലെന്നേ. പ്രൈസലോ, അതിന്റെ മുകളിൽ കൂടെ പടരുവാനിടയായി തീരണം. പ്രൈസലോ, ഹല്ലേലൂയ. പിന്നെ വെള്ളത്തിന് പ്രത്യേകത പറയുക, അവൻ നീരുറവനരികെയാണ്. അതവിടെ കെട്ടിക്കിടക്കുന്ന ഒരു ഇതിനെ കുറിച്ചല്ല, അവിടെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിൻ്റെ നദികൾ പോലെ വീണ്ടും വീണ്ടും വരുന്ന, വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പടരാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിനകത്ത് നാം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഈ യാക്കോബിന്റെ ദൈവത്തിലേക്ക് നമ്മൾ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മതിൽ നമുക്ക് തടസ്സമായി തീരത്തില്ല, ഇതിന്റെ മതിലിന്റെ മുകളിലേക്ക് നമ്മൾ ഉയരുവാനായി തീരും. ക്രിസ്തലോ. അപ്പോൾ യാക്കോബ് യോസേഫിനെ നോക്കി പറയുക, അവൻ ഫലപ്രദമായ വൃക്ഷമാണ്. പിന്നെന്താ പറഞ്ഞേ? നീരുറവനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ എന്ത് ചെയ്യുന്നു? മതിലുമേ പടരുന്നു. ക്രിസ്തലോ, ഹല്ലേലൂയ. ഇനി എൻ്റെ അടുത്ത വാക്യം വായിച്ചട്ടെ. അപ്പൊ തനിക്ക് വിഷമമുണ്ടായോ? അപ്പോൾ ഈ മതിലിനെ നമ്മളൊരു പരുവത്തിലാണ് മുന്നോട്ട് പോണേ. അപ്പോൾ ഇവ നോക്കി മതിലുമേ പടരും കൂടി ചെയ്തു. മാത്രമല്ല, ഇതൊന്നും കണ്ട് ശത്രു നോക്കിക്കത്തില്ല. അവൻ എന്ത് ചെയ്യുന്നേ? അവൻ എഴുതു തുടങ്ങി, തീയമ്പുകൾ അയച്ചു തുടങ്ങി, പ്രതികൂലത്തിന് അമ്പുകൾ അയച്ചു തുടങ്ങി. അവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? അതിനോട് പൊരുതു. യാക്കോബ് യോസേഫിനെ കുറിച്ച് പറയുന്നുണ്ടോ? അതായത് അവൻ ഫലപ്രദമായ വൃക്ഷമാണ്. അവൻ മതിൽ അവൻ്റെ മുന്നിൽ കൂടെ വന്നു, അവൻ പേടിച്ചു പോയവനല്ല, അവൻ്റെ കൊമ്പുകൾ അതിൽ മേൽ പടർന്നവനാ. മാത്രമല്ല, യോസേഫ് പറയുന്നത് എന്തറിയോ? വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എഴുതു, അവനോട് പൊരുതു. പ്രൈസലോ. യോസേഫിന്റെ ജീവിതത്തിൽ വന്നൊരു കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, തന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവത്തിൽ കൂടെ കടന്നുപോയി, ഒത്തിരി അനുഭവത്തെക്കുറിച്ച് അല്ലേ. തനിക്ക് ഇവിടെ പറയാം, തനിക്ക് തന്നെ വിഷമിപ്പിച്ചു. നമുക്ക് വിഷമം കടന്നു വരിക എവിടെ നിന്നായിരിക്കും? ഏറ്റവും അധികം വരിക നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടാണ് നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുക, അല്ലേ? നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള ചില ഒരു വാക്കുകളൊക്കെ നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും. തൻ്റെ സഹോദരങ്ങളിൽ നിന്ന് ആർക്ക് എന്തായത്? ഏറ്റവും കൂടുതൽ വിഷമം യോസേഫിനുണ്ടായത്. സഹോദരൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവർ എന്ത് ചെയ്തു? അവനെ പിടിച്ച് സ്വപ്നക്കാരൻ കടന്നു വരുന്നു. എനിക്ക് മനസ്സിലാകുന്ന ഈ ചെറിയ പിള്ളേരൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ, ഇവരെന്തെന്നറിയൂ? ചേട്ടന്മാർ ആടിനൊക്കെ തീറ്റാൻ വേണ്ടി പോയിരിക്കല്ലേ, ഇവരവിടെ പോയി ക്രിക്കറ്റ് കളിക്കും. എൻ്റെ ഭവനിൽ പറയാം കേട്ടോ. അപ്പോൾ യോസഫ് വന്ന വീട്ടിൽ അപ്പനോട് പറയും, അപ്പം ആടിനൊന്നും നോക്കുന്നില്ല, ഇത് തീറ്റൊന്നും കൊടുക്കുന്നില്ല, അവർ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക അവിടെ. അപ്പോൾ അപ്പം വരുമ്പോൾ ചോദിക്കും, കൊന്നേര വടി വെട്ടി വെച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയാം കേട്ടോ, കൊടുക്കും 2 അല്ലേ. ഇതുകൊണ്ട് ഇവന് ഇഷ്ടമല്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു വ്യാഖ്യാനത്തിൽ കണ്ടൊരു ചിന്തയാണ് പറയുന്നത് കേട്ടോ. അതായത് ഇവൻ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കും, അവിടെ സംഭവിച്ചൊക്കെ ഇവിടെ പറയുമ്പോൾ അപ്പനെന്ന് ഇവന് വഴക്ക് കേട്ടു, മറ്റുള്ളവർ വഴക്ക് കേട്ടു. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ഇവനെ ഒരു ദേഷ്യം വന്നു. മാത്രമല്ല, ഇവനിടയ്ക്ക് ഒരു സ്വപ്നം കാണും. അപ്പോൾ അതിൻ്റെ കൂടെ അതുകൂടി ആകുമ്പോൾ അവർക്ക് തീരെ സഹിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ്. അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ദിവസം വരുന്ന കാണണേ. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു, എല്ലാവരും ഒറ്റ ഐക്യത്തിൽ ഒരാളെ വെച്ച് ബാക്കി എല്ലാവരും പിടിക്കാൻ നമുക്ക് കിണറ്റിടാന്ന് പറഞ്ഞു. അത് അവിടെ ഇട്ടു. പിന്നെ നോക്കി എന്തിനാണ് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക്. അപ്പോൾ ബിസിനസ്സിൻ്റെ ചിന്ത അവിടെ വേഗം വന്നു. അത് ഞാൻ കൊടുത്തു, പൈസ നമുക്ക് എടുത്താൽ വെച്ച് പുട്ടടിക്കാമെന്ന് വെച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ആ പൈസ പുട്ടടിച്ചു. യോസഫിൻ്റെ അവസ്ഥ ആലോചിക്ക്, തൻ്റെ സഹോദരന്മാരാൽ തന്നെ വേദനിപ്പിച്ചു. ഒത്തിരി പ്രതിസന്ധികൾ തടഞ്ഞ യോസഫ് കടന്നു പോകുന്നത്. ഏകദേശം തൻ്റെ 17ാമത്തെ വയസ്സിലൊക്കെയാണ് താൻ അവിടെ നിന്ന് പോയെന്ന് പറയപ്പെടുന്നത്. സഹോദരന്മാരും അപ്പനമ്മയില്ലാത്തൊരു യാത്ര, ആരെന്നറിയാത്തൊരു യാത്ര, തന്നെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുക. വിറ്റ് കളഞ്ഞു. നമ്മളൊക്കെ വിറ്റുള്ള അവസ്ഥ ആലോചിക്കും. നമ്മളെ സഹോദരന്മാരെ നമ്മളെ വിറ്റുള്ള അവസ്ഥ ആലോചിക്കും. വിറ്റു. അവസാനം പോത്തിഫറിന്റെ ഭവനത്തിൽ വന്നു. അവിടെയും അന്ന് സഹോദരന്മാരുടെ വികാരങ്ങൾക്ക് മാറ്റം വന്നപ്പോൾ അപ്പം പറയുകയാണ്, യോസേഫ് ഫലപ്രദമായ വൃക്ഷമാണ്. സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞില്ല. അവർ വികാരങ്ങൾ മാറുമ്പോൾ ഫലവും മാറി. പക്ഷെ ഉറപ്പോടെ പറയാൻ കഴിഞ്ഞു യോസേഫിനെ കുറിച്ച് അവൻ ഫലപ്രദമാണെന്ന്. അത് തൻ്റെ ജീവിതത്തിൽ താൻ കാണിച്ചു. പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴും താൻ ഫലം പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. അവിടെയും തനിക്ക് പ്രയാസമായി. അവിടുന്ന് എന്ത് ചെയ്തു? താൻ അടുത്ത് ചെല്ലുന്നത് എവിടെയാ?
കാരാഗ്രഹത്തിന് നടുവില. നോക്കിയേ, മതിലുമേ പടരുക മാത്രമല്ല യോസേഫ് ചെയ്തേ, അതിന്മേൽ ഓരോ സ്ഥലത്തും ഓരോ കാലഘട്ടങ്ങളിലും തനിക്കെതിരെ അമ്പുകൾ വന്നുകൊണ്ടിരുന്നു, തനിക്കെതിരെ ശത്രു പോരാടിക്കൊണ്ടിരുന്നു. നമ്മുടെ ഭാഷ പറയണല്ലേ, ഭയങ്കര പോരാട്ടമായിരുന്നു അല്ലേ. ആ പോരാട്ടങ്ങളൊന്നും തളരാതെ എന്ത് ചെയ്തു? താൻ അവിടെ നിന്നു. ദൈവം അവനെ നിർത്തി. അത് അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അവസാനം ചെന്നപ്പെടുന്ന എവിടെയാ? കാരാഗ്രഹത്തിലാ. കാരാഗ്രഹത്തിൽ നിന്നപ്പോൾ പാനപാത്രവാഹം പറഞ്ഞു, ഭയങ്കര സുഹൃത്തുക്കളായി. പാനപാത്രം പറഞ്ഞു, നീ പേടിക്കണടാ, ഞാൻ ശരിയാക്കിരാം, ഞാൻ അവിടെ ചെന്നാൽ നിന്റെ കാര്യം ഓക്കെ. അവൻ ഏകദേശം 2 വർഷമായി. അവൻ എന്ത് ചെയ്തു പറഞ്ഞേ? യോസേഫിനെ മറന്നു കളഞ്ഞു. മനുഷ്യർ പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ മറന്നു കളയും. വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ നമ്മെ മറക്കാത്ത ഒരുവനുണ്ടാവും അല്ലേ. അവനൊരു സ്വപ്നം ആർക്ക് കൊടുത്തു? മതി. മറക്കാത്ത ദൈവം വീണ്ടും ഒരു സ്വപ്നം കൊടുത്തപ്പോൾ ഇവന് ഓർമ്മ വന്നു, ഒരു സ്വപ്നക്കാരൻ എവിടെ കിടക്കണ്ടേ? കാരാഗ്രഹത്തിൽ നിന്ന്. നമ്മെ ആരെല്ലാം മറന്നു കളഞ്ഞാലും പ്രൈസലോ നമ്മെ ഓർക്കുന്ന ഒരുവനുണ്ട്. ആ ദൈവം തക്ക സമയത്ത് ചില സ്വപ്നങ്ങളെ കൊടുക്കുന്നേ. പ്രൈസലോ, ഇതാണ് യാക്കോബിനെ അവിടെ നിർത്താൻ കാരണം. താൻ ഫലപ്രദമായ നിൽക്കാൻ കാരണം തൻ്റെ അകത്തുണ്ടായിരുന്ന ആ നീരുറവ, താൻ നട്ടിരിക്കുന്ന നീരുറവനായതുകൊണ്ടാ. പ്രൈസലോ, ആ വെള്ളം അവൻ വലിച്ചു പിടിച്ചോണ്ടാ. നമ്മൾ പലപ്പോഴും നിൽക്കാൻ കാരണം ഇതാ, നമ്മുടെ അകത്ത് കയറിയ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായി നിൽക്കാൻ കാരണം. പലപ്പോഴും തകർന്നു പോകേണ്ട സാഹചര്യം കടന്നു വന്നിട്ടില്ലേ? വീണ് പോകേണ്ട വന്നിട്ടില്ലേ? ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചതല്ലല്ലോ. അവിടെ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഒറ്റ കാരണം എന്തോന്നറിയോ? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് കയറിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നമുക്ക് പകരുവാണ്ടായി തീരും. അപ്പോൾ തനിക്ക് ഒത്തിരി വേദനകൾ കടന്നു വന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എഴുതു അല്ലേ. അത്ര എഴുത്തൊക്കെ നമുക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലേ. വില്ലാളികളാണ് എഴുതു, അവനോട് പൊരുതു. അടുത്ത വാക്യം വായിച്ചാട്ടെ. തനിക്ക് നേരെ അമ്പുകൾ വന്നപ്പോ, തനിക്ക് നേരെ പൊരുതപ്പോ, ഇവിടെ പറയാ അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ കഴിവുകൊണ്ടല്ല. എന്താ പറയുന്നേ? അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. തൻ്റെ അപ്പന്റെ സേവിക്കുന്ന ദൈവത്താൽ തൻ്റെ വില്ല് അല്ലെങ്കിൽ തൻ്റെ ഭുജം ഉറപ്പോടെ നിന്നു എന്ന്. ഇസ്രായേലിന്റെ പാറയായ ഇസ്രായേലിന്റെ ഉറപ്പിനെ കാണിക്കുക, അവന്റെ ആശ്രയത്തെ കാണിക്കുക, അവൻ നിൽക്കാൻ കാരണമായ ഇടത്തെ കാണിക്കുക. ആ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ ആ നടത്തിക്കൊണ്ടുവന്നൊരിടയൻ, അവരെ മരുഭൂമിയിൽ നിന്ന് മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവന്ന ഒരു ഇടയനുണ്ട്. ആ ഇടയന്റെ നാമത്തില് എന്ത് ചെയ്തു? അവൻ ഇതിനെ എതിർത്ത് നിന്നു. അവന്റെ വില്ല് ഉടയാതിരുന്നത്, ഒടിഞ്ഞു പോകാതിരുന്നത് അവന്റെ കഴിവല്ല, അവന്റെ അപ്പനായ യാക്കോബിനെ കുറിച്ച് എല്ലാവരും വിളിച്ചെന്താ? ഉപായം എന്നാ. പക്ഷേ നമ്മൾ പാടുമെന്താ? അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്നാണ്. പ്രൈസലോ, ആ അപ്പൻ്റെ ദൈവത്തിൽ ആരെ ആശ്രയിച്ചതുകൊണ്ടാ, ആ ഒരു ഉറപ്പ് പ്രാപിച്ചതുകൊണ്ടാ. ഹല്ലേലൂയ. അപ്പോൾ തിരിച്ച് നമുക്ക് ഈ വാക്യത്തിലേക്ക് കടന്നു വരാം. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്, നീരുറവനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലുമേൽ പടരുന്നു. പ്രൈസലോ, നമുക്ക് ഈ ചിന്തയെ കൂടെ നമുക്ക് ഇന്ന് ഒത്തിരി വചനങ്ങൾ നമ്മൾ കേട്ടു, ഒത്തിരി ചിന്തകൾ നമ്മൾ കേട്ടു. നമ്മൾ പലരും പല രീതികളിൽ പ്രയാസത്തോടെ കടന്നു പോകുന്നവരാണ്, വ്യക്തമാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അത് നമ്മൾ ഇന്നത്തെ ചിന്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മോടുള്ള ഒരു ചിന്ത എങ്ങനെയാണ്, ദൈവത്തിന് ആലോചന എങ്ങനെയാണ്. ഇന്ന് സംഗീതത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ പ്രബോധനം മാത്രമല്ല, നമുക്കൊരു പ്രവചനം കൂടി അതിൽ തന്നിട്ടുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ഇവിടെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലിരിക്കുന്ന എവിടെയാണ്? നീരുറവനരികെയാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളതിൽ ബലപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ മുന്നിൽ മതിലുകൾ കടന്നു വരും. പ്രൈസലോ, അത് വലുതായിരിക്കാം, അത് ബലമുള്ളതായിരിക്കാം, നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കാം. പക്ഷെ നമ്മളതിനെ തകർക്കും. ആമേൻ. നമ്മളതിനെ ചാടിക്കടക്കും. നമ്മൾ ആ മതിലിന്റെ മുകളിൽ നമ്മളെ കൊമ്പുകൾ പടരും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നോ? ഈ ഇന്ന് സംഗീതത്തോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ. ഈ സമയം അടുത്ത വർഷം നമ്മൾ തിരിച്ച് ചില സാക്ഷ്യങ്ങളെ പറയുന്ന ഹല്ലേലൂയ, നമ്മൾ പടരും, നമ്മൾ മതിലുമേൽ പടരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ കൊമ്പുകൾ മതിലുമേൽ പടരും. നമുക്കിന്ന് അസാധ്യമായി തോന്നിയതിനെ നമ്മൾ ചിലതിനെ മാറ്റും. പ്രൈസലോ. ഹല്ലേലൂയ. നമുക്കെതിരെ വരുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന, നമുക്കെതിരെ വരുന്ന ചില അമ്പുകളെ പ്രൈസലോ, നമ്മൾ അതിന് മുന്നിൽ തകർന്നു പോകാതെ നമ്മുടെ വില്ല് നിൽക്കും. പ്രൈസലോ. കാരണം നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ ബലമൊന്നുമല്ല,
ഇവിടെ പറഞ്ഞെന്നറിയൂ, യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ നമ്മുടെ കരത്തെ ബലപ്പെടുത്തും. പ്രൈസലോ, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ പ്രൈസലോ നമ്മൾ ഇതിനെ ചാടിക്കടക്കും. വിശ്വസിക്കാൻ കഴിയുമോ? ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മൾ ഭാരപ്പെടുന്ന, നമ്മൾ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മളല്ല, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ കരം നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ കരമല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നമ്മളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ ഉറപ്പോടെ നമുക്ക് നിൽക്കാം. നമ്മുടെ മുന്നിൽ കടന്നു വന്ന പ്രതിസന്ധികൾ ഇന്ന് കാണുന്ന മിസ്രൈമിൽ ഇന്ന് കാണത്തില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിലെ വിടുതലുള്ള ദൈവം കാണുവാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വിരമിക്കുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.